യുഎഇയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പുത്തൻ ചലനങ്ങൾ നമ്മോട് വിശദീകരിക്കുകയാണ് ELL പ്രോപ്പർട്ടീസിന്റെ സ്ഥാപകൻ സായി ശ്യാം. കാണാം പ്രോപ്പർട്ടി ടോക്ക്. ഇപ്പം നമുക്കറിയാം, ദുബായെ സംബന്ധിച്ചിടത്തോളം ഒരു സർവൈവൽ പീരീഡ് ആണ്. പക്ഷെ എപ്പോഴും ദുബായ് ഏതൊരു അതിജീവനത്തിന്റെ കാലവും നമ്മൾ മറികടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ എക്സ്ട്രാ അവസരങ്ങൾ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും? അതായത് നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മേഖലകളിൽ അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ആ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിലേക്ക് സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും റിയൽ എസ്റ്റേറ്റിൽ നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഒരാൾ വാങ്ങിച്ചു, അയാൾക്കത് അതിൻ്റെ പ്രോപ്പർട്ടിയുടെ പേയ്മെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അതൊരു ഡിസ്ട്രസ് സെയിലായിട്ട് മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത്, ഇങ്ങനെ സാഹചര്യങ്ങളിൽ ഡെവലപ്പേഴ്സ് ഒരുപാട് നല്ല നല്ല ഓഫറുകളും നല്ല നല്ല ഡിസ്കൗണ്ടുകളൊക്കെ കൊണ്ടുവരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോവിഡ് സമയത്ത് എമിറേറ്റ്സ് ഹിൽസിൽ ഒരു ക്ലയൻറ്റ് വാങ്ങിച്ചത് ഒരു വില്ല വാങ്ങിച്ചത് ഒരു 18 മില്യൺ ദിർഹംസിനാണ്. ഇപ്പോഴത്തെ അതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 60 മില്യൺ ആണ്. അതായത് ഒരു 3 to 4 ടൈംസ് ഡബിൾ ആയിട്ട് അത്രയും അതിന് പ്രോഫിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കറക്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റൈറ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു അൺസർട്ടനിറ്റി വരുവാണെങ്കിൽ മാത്രമേ ഒരു ഇൻവെസ്റ്റർക്ക് ഓപ്പർച്യൂണിറ്റികൾ വരുള്ളൂ. ഒരു ഗ്രോയിങ് മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു പ്രോബ്ലം ഉള്ള മാർക്കറ്റിലാണ് നമുക്ക് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റിക്കുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നവർക്കും പിക്ക് ചെയ്യുന്നവർക്കും ഈ മാർക്കറ്റ് ഇപ്പോഴും നല്ലത് തന്നെയാണ്. നമുക്ക് സെയിലിനൊന്നും ഒരു ഡിഫറൻസ് വന്നിട്ടില്ല. വാറിന് മുൻപും വാറിന് ശേഷവും ഒരുപോലെ തന്നെ സെയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. വാറിന് മുൻപെന്ന് പറയുമ്പം ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. വാറിന് ശേഷം ഓപ്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് നല്ല ഓപ്ഷൻസ് ഇപ്പോഴും അവൈലബിൾ ആണ്.